Dear students, welcome to Learner's World. In this video, I am going to talk about solved textual questions and activities, part 7. Non-standard English, new textbook, LS syllabus, unit 1, hours and years, nothing twice. അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കുറേ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം. Look at the following sentences and underline the noun phrases in subject position. One has been done for you. അതായത് താഴെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോൺ ഫ്രേസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓൾ റസ്റ്റിൽ ആൻഡ് ബസ്റ്റിൽ സീസ്ഡ്. The coaches glide into space. My father felt a deep sorrow. അപ്പോൾ the coaches my father എന്നൊക്കെ പറയുന്നത് നോൺ ഫ്രേസ് ആണ്. ഇനി നിങ്ങളോട് ഉള്ള ക്വസ്റ്റ്യൻ ഇതാണ്. Now mark the noun phrases and the verb phrases in each the following sentences. താഴെ ഒരുപാട് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നോൺ ഫ്രേസസ് ഏതൊക്കെയാണ്, വേർബ് ഫ്രേസസ് ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. ദ സൗണ്ട് ഓഫ് ദ വെയിൽസ് ബിക്കംസ് എ സൂത്തിങ് പീസ്ഫുൾ മെലഡി. ആ വെയിൽസിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് വളരെ സൂത്തിങ് ആയിട്ടുള്ള, സമാധാനം തരുന്ന ഒരു മെലഡി പോലെ ആയിരുന്നു എന്നാണ് സെൻറ്റൻസ്. ഇതിൽ നോൺ ഫ്രേസ് ഏതാണ്, വേർബ് ഫ്രേസ് ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നോൺ ഫ്രേസ് ഇൻ സബ്ജക്റ്റ് പൊസിഷൻ, ദ സൗണ്ട് ഓഫ് ദ വീൽസ്. സൗണ്ട് ഓഫ് ദ വീൽസ് എന്ന് പറയുന്നതാണ് നോൺ ഫ്രേസ്. അതിൽ വേർബ് ഫ്രേസ് ആയിട്ട് വരുന്നത് ബിക്കംസ് എ സൂത്തിങ് പീസ്ഫുൾ മെലഡി. നെക്സ്റ്റ് സെൻറ്റൻസ്, ഫാദർ വിൽ സ്ട്രൈറ്റൻ അപ്പ് ഇൻ ഹിസ് റോക്കിംഗ് ചെയർ. അച്ഛൻ എന്ത് ചെയ്യും, ആ റോക്കിംഗ് ചെയറിൽ നിവർന്ന് നിൽക്കും. അതിൽ നോൺ ഫ്രേസ് ആയിട്ട് വരുന്നത് സബ്ജക്റ്റ് പൊസിഷനിൽ നോൺ ഫ്രേസ് ആയിട്ട് വരുന്നത് ഫാദറാണ്. അതിൻ്റെ വേർബ് ഫ്രേസ് എന്ന് പറയുന്നത് വിൽ സ്ട്രൈറ്റൻ അപ്പ് ഇൻ ഹിസ് റോക്കിംഗ് ചെയർ. ഓക്കെ, നെക്സ്റ്റ്, ഐ വാസ് കമ്മിങ് ടു റിസീവ് ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ഓക്കെ, ഇതിൽ നോൺ ഫ്രേസ് എന്ന് പറയുന്നത് ഐ ആണ്. അതിൻ്റെ വേർബ് ഫ്രേസ് എന്ന് പറയുന്നത് വാസ് കമ്മിങ് ടു റിസീവ് ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നതാണ് വേർബ് ഫ്രേസ്. ദ നെക്സ്റ്റ്, ദ കോച്ചസ് നോ ലോങ്ങർ റൺ ഓൺ റെയിൽസ് ആൻഡ് സ്ലീപ്പേഴ്സ്. ദ കോച്ചസ് എന്ന് പറയുന്നതാണ് നോൺ ഫ്രേസ്. നെക്സ്റ്റ് വേർബ് ഫ്രേസ് എന്ന് പറയുന്നത് നോ ലോങ്ങർ റൺ ഓൺ റെയിൽസ് ആൻഡ് സ്ലീപ്പേഴ്സ്. ഓക്കെ, അടുത്തത്, മൈ ഫെല്ലോ പാസഞ്ചേഴ്സ് വർ ഡോസിങ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് കോർണേഴ്സ്. അപ്പോൾ മൈ ഫെല്ലോ പാസഞ്ചേഴ്സ് എന്ന് പറയുന്നതാണ് നോൺ ഫ്രേസ്. അതിൻ്റെ വേർബ് ഫ്രേസ് ആയിട്ട് വരുന്നത് വർ ഡോസിങ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് കോർണേഴ്സ്. നെക്സ്റ്റ്, ഐ വാസ് ലിസണിങ് ടു ദ റാറ്റ്ലിംഗ് ഓഫ് ദ ട്രെയിൻ. ഐ എന്ന് പറയുന്നത് നോൺ ഫ്രേസ് ആണ്. വേർബ് ഫ്രേസ് ആയിട്ട് വരുന്നത് വാസ് ലിസണിങ് ടു ദ റാറ്റ്ലിംഗ് ഓഫ് ദ ട്രെയിൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആ ഒരു ആക്ടിവിറ്റിയാണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു പസിലാണ്, ഒരു വേർഡ് പസിൽ. അത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് കുറച്ച് ക്ലൂസ് താഴെ നൽകിയിട്ടുണ്ട്. ഡൗൺ ആയിട്ട് താഴേക്കുള്ള പസിൽസാണ്, അതിനുള്ള ക്ലൂസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ അക്രോസ് കുറുകെ ആയിട്ടുള്ള പസിൽസ് സോൾവ് ചെയ്യാനുള്ള ക്ലൂസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. താഴോട്ട് ഒന്നാമത്തത് ഡൗൺ ആയിട്ടുള്ളത് ഡൗട്ട്സ്, അപ്രഹെൻഷൻസ്. ഡൗട്ട്സ് എന്ന് പറഞ്ഞാൽ സംശയങ്ങൾ, അല്ലെങ്കിൽ അപ്രഹെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു അവബോധം, ഒരു ഭയം എന്നുള്ള മീനിങ് വരുന്ന വേർഡാണ് ഒന്നാമത്തത് ഡൗൺ ആയിട്ട് എഴുതാനുള്ളത്. അപ്പോൾ അതിൻ്റെ വേർഡാണ് നമ്മൾ എഴുതേണ്ടത്. ആൻസർ മിസ്ഗിവിങ്സ് ആണ്. മിസ്ഗിവിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു സംശയങ്ങൾ, അപ്രഹെൻഷൻ, ഡൗട്ട്സ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. മിസ്ഗിവിങ്സ് ആണ് ആൻസർ. ഇനി രണ്ടാമത്തേത് ക്വാളിറ്റി ഓഫ് കണ്ടിന്യൂയിങ് വിത്ത് ഡിറ്റർമിനേഷൻ. അതായത് ഡിറ്റർമിനേഷന് കൂടെ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടെ മുന്നോട്ട് പോകുന്ന ആ ഒരു ക്വാളിറ്റി ആണ് ഇവിടെ പറയുന്നത്. ആ സെയിം മീനിങ് വരുന്ന വാക്ക് പ്രിസർവറൻസ് ആണ്. പ്രിസർവറൻസ് എന്ന് പറഞ്ഞാൽ
ഈ ഒരു സെയിം മീനിങ് ആണ്. അതായത് നിരന്തര പ്രയത്നത്തോടു കൂടി ഒരു ഡിറ്റർമിനേഷനോട് കൂടെ മുന്നോട്ട് പോകുക എന്നുള്ള മീനിങ് ആണ്. നെക്സ്റ്റ് വെരി കോംപ്ലക്സ്. വെരി കോംപ്ലക്സ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പോൾ അതിൻ്റെ വേർഡ് മീനിങ് നോക്കാം. ഇൻട്രിക്കേറ്റ്. ഇൻട്രിക്കേറ്റ് എന്ന് പറയുന്ന മീനിങ് സങ്കീർണമായത് എന്നുള്ളതാണ്. നെക്സ്റ്റ് ലീപ്പിംഗ് ഓർ ജമ്പിങ്. ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ കുതിക്കുക. അതായത് ഈ ഹോഴ്സ് ലീപ്പിംഗ്, അതായത് കുതിരയൊക്കെ കുതിക്കുക എന്നൊക്കെ പറയും. ജമ്പിങ്, ചാടുക, അതുപോലെ ഉള്ള ഒരു മീനിങ് ആണ് ഡൗൺ ആയിട്ട് ചെയ്യാനുള്ളത്. വോൾട്ടിങ്. വോൾട്ടിങ് എന്നാണ്. ഹോഴ്സ് വോൾട്ടിങ് എന്നൊക്കെ പറയും. കുതിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ഇനി അടുത്തത് അഞ്ചാമത് സീരിയസ്, സീവിയർ ഓർ ഹാർഷ് ഇൻ അപ്പിയറൻസ്. സീരിയസ് എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ ഹാർഷായിട്ടുള്ള. സീവിയർ എന്ന് പറഞ്ഞാലും കർക്കശമായിട്ടുള്ള, കഠിനമായിട്ടുള്ള എന്നുള്ള ഒരു മീനിങ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ സെയിം മീനിങ് വരുന്നത് ഗ്രിമ്മാണ്. ഗ്രിം എന്ന് പറഞ്ഞാൽ കഠിനമായ, ഹാർഷായ എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത് എ ഹൈ പിച്ച്ഡ് ഷ്രിൽ ആൻഡ് ലൗഡ് സൗണ്ട് ഓഫൺ അസോസിയേറ്റ് വിത്ത് ടയേഴ്സ് ഓർ ബ്രേക്സ്. അതായത് ഈ ടയറിൻ്റെ അല്ലെങ്കിൽ ബ്രേക്സിൻ്റെ ഒക്കെ ഒരു ഉയർന്ന തരത്തിലുള്ളൊരു ശബ്ദം, ഒരു ലൗഡായിട്ടുള്ളൊരു സൗണ്ടാണ് ഇവിടെ പറയുന്നത്. അതിന് സ്ക്രീച്ച് എന്നാണ് ആൻസർ. സ്ക്രീച്ച് എന്ന് പറഞ്ഞാൽ വലിയൊരു സൗണ്ട്, ഒരു അലർച്ച എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഡൗൺ ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ കണ്ടെത്തി. നെക്രോസ്, കുറുകെ ആയിട്ടുള്ള ആൻസേഴ്സിൻ്റെ ക്ലൂസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. എ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പീസ്. അതായത് നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയെ കാണിക്കുന്ന ഒരു ക്ലൂ ആണ്. അതായത് ഹാപ്പിനെസ്, ഒരേ സമയം സന്തോഷവും സംതൃപ്തിയും സമാധാനമൊക്കെയുള്ള ഒരു മനസ്സിൻ്റെ അവസ്ഥക്ക് പറയുന്ന അതേപോലെയുള്ളൊരു മീനിങ് എന്ന് പറയുന്നത് കണ്ടെയ്ൻമെൻ്റ് ആണ്. കണ്ടെയ്ൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള മീനിങ് ആണ്, ഒരു സംതൃപ്തി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അടുത്തത് ഫിൽഡ് ഓർ ക്രൗഡഡ്. ഫിൽഡ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന, ക്രൗഡഡ് എന്ന് പറഞ്ഞാൽ തിങ്ങി നിൽക്കുന്ന, ആ ഒരു സെയിം മീനിങ് വരുന്ന വാക്കാണ്. കണ്ടെത്താൻ പറ്റില്ല. ക്രാമഡ്. നമ്മുടെ ഹാഫ് എ ഡേയിലൊക്കെ ഉണ്ട് ഈ ക്രാമഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് വന്നിട്ടുണ്ട്. ക്രാമഡ് എന്ന് പറഞ്ഞാൽ തിങ്ങി നിറഞ്ഞ എന്നുള്ള മീനിങ് ആണ്. അടുത്തത് നോട്ട് സ്പോയിൽഡ് ഓർ ഡാമേജ്ഡ്. അതായത് കേടുവരാത്ത, നശിക്കാത്ത, അതിനെയാണ് അങ്ങനെ മീനിങ് വരുന്നത്. അൺആംഡ്. അൺആംഡ് എന്ന് പറഞ്ഞാൽ നോട്ട് മാർഡ്, അതായത് ഹാവിങ് നോ ഇഞ്ചുറി, അതായത് ഒരു കേടുപാടൊന്നും സംഭവിക്കാത്ത എന്നുള്ളൊരു മീനിങ് ആണ്. അടുത്തത് ആൻ ആംഗ്രി ഓർ ബാഡ് ടെമ്പേർഡ് ലുക്ക്. ദേഷ്യം. ബാഡ് ടെമ്പേർഡ് എന്ന് പറഞ്ഞാൽ കോപം, ആംഗ്രി മോശമായിട്ടുള്ള കോപം എന്നുള്ളതാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വേർഡാണ് സ്കൗൾ. സ്കൗൾ എന്നൊക്കെ പറയുന്നത് ഇതുപോലെ ഒരു ആംഗ്രി, ഒരു ദേഷ്യമാണ്, ഒരു ദേഷ്യം പ്രകടിപ്പിക്കലാണ്, ഒരു പുച്ഛമാണ്, ഒരു പുച്ഛിക്കലൊക്കെയാണ്. അപ്പോൾ ഇത് ഹാഫ് എ ഡേയിൽ വന്നിട്ടുണ്ട് ഈ ഒരു വേർഡ് സ്കൗൾ എന്നുള്ളത്. അതായത് ആ വുമൺ, ആ ഒരു സ്കൂളിലെ അതോറിറ്റിയിലിരിക്കുന്ന വുമൺ ചില സമയങ്ങളിൽ അവർ സ്മൈൽ ചെയ്യും, ചില സമയങ്ങളിൽ അവർ സ്കൗൾ ആണ്, അമിതമായ ദേഷ്യം പ്രകടിപ്പിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റിയാണ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസസ് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡീപ്പ് വിത്തിൻ മീ ദർ വാസ് എ വണ്ടറസ് ജോയ് അറ്റ് റിസീവിംഗ് ദ നൊബേൽ പ്രൈസ്. സോ ലൈറ്റ് ആൻഡ് സൗണ്ട്ലെസ് വാസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ട്രെയിൻ. എ വണ്ടർഫുൾ ലുക്ക് വിൽ കം ഇൻ ടു ഹിസ് ഐസ്. ഹൗ ഡു ദ ഹൈലൈറ്റഡ് വേർഡ്സ് ആഡ് മീനിങ് ടു ദ സെൻറ്റൻസസ്. അപ്പോൾ ഇവിടെ കുറേ ഹൈലൈറ്റഡ് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. വണ്ടറസ്, ജോയ്, ലൈറ്റ് ആൻഡ് സൗണ്ട്ലെസ്. മൂവ്മെൻറ്റിനെ ക്വാളിഫൈ ചെയ്യാണ്, ലൈറ്റ് ആൻഡ് സൗണ്ട്ലെസ് ആയിട്ട്. അതുപോലെ സന്തോഷത്തെ, ജോയിനെ ക്വാളിഫൈ ചെയ്യാണ് വണ്ടറസ് എന്ന് പറഞ്ഞിട്ട്. അത്ഭുതകരമായിട്ടുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ട്.
അതുപോലെ ഒരു വണ്ടർഫുൾ ലുക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സെൻറ്റൻസസ് ഒക്കെ എന്ത് മീനിങ് ആണ് കൊണ്ടുവരുന്നത്, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെ അഡ്ജക്റ്റീവാണ്. വണ്ടറസ് ജോയ്, ലൈറ്റ് ആൻഡ് സൗണ്ട്ലെസ് വാസ് എ മൂമെൻറ്റ്, വണ്ടർഫുൾ ലുക്ക് എന്നൊക്കെ പറയുന്നത് adjectives ആണ്. What is adjectives? An adjective is a word that modifies or describe a noun or pronoun. ഒരു നൗണിനെ അല്ലെങ്കിൽ ഒരു പ്രൊനൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് adjectives. They provide more information about the nouns that follow them. Such words are called adjectives. Adjectives make descriptions richer and more effective. അതായത് ആ ഒരു നൗണിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ പ്രൊനൗണിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു അഡ്ജക്റ്റീവ്സ്. ഈ ഒരു അഡ്ജക്റ്റീവ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വളരെ റിച്ചർ ആൻഡ് ഇഫക്റ്റീവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അഡ്ജക്റ്റീവ്സ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, നൗ ഗോ ത്രൂ ദ ഫോളോയിങ് പാസേജ്, ഐഡൻറ്റിഫൈ അഡ്ജക്റ്റീവ്സ് ആൻഡ് നോട്ട് ദം ഡൗൺ. താഴെ തന്നിരിക്കുന്ന പാസേജ് വായിക്കുക, എന്നിട്ട് അഡ്ജക്റ്റീവ്സ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Imagine those pitiful, penniless wanderers who once roamed the expanse of Warmland in your youthful days, embracing their carefree, playful pranks and melodious tunes. How much I owe to them, all the laughter, the playfulness, the craziness. They painted my youth with vivid hues. അപ്പോൾ ഇതിലുള്ള അഡ്ജക്റ്റീവ്സാണ് പിറ്റിഫുൾ, പെന്നിലെസ്, വാണ്ടറേഴ്സ്. ഈ വാണ്ടറേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നൗണിനെ, വാണ്ടറേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർ, അപ്പോൾ അവരെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പിറ്റിഫുൾ, പെന്നിലെസ് എന്നുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ യൂത്ത്ഫുൾ ഡേയ്സ്, യൂത്ത്ഫുൾ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ്സാണ്. അതുപോലെ കെയർ ഫ്രീ എന്ന് പറയുന്നത്, പ്ലേഫുൾ എന്ന് പറയുന്നത്, മെലോഡിയസ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്, വിവിഡ് എന്ന് പറയുന്നതൊക്കെ അഡ്ജക്റ്റീവ്സാണ് ഈ ഒരു പാസേജിൽ. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൗ ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രോം ദ സ്റ്റോറി ഹാഫ് എ ഡേ. അപ്പോൾ നഗീം മഹ്ഫൂസിൻ്റെ ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയിലെ ഒരു സെൻറ്റൻസാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വായിക്കാം. Desladen winds and unexpected accidents came about suddenly, so we had to be watchful and very patient. ഇതാണ് സെൻറ്റൻസ്. In this sentence, dust and laden are combined to create a single descriptive term to give more information about the noun. What are such descriptive term called? ഇനി നിങ്ങളോട് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇതുവരെ നമ്മൾ സിംഗിളായിട്ടുള്ള അഡ്ജക്റ്റീവ്സാണ് കണ്ടത്. കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകൾ കൂടി ചേർന്നതാണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഡസ്റ്റ് ലാഡൻ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവാണ്. എ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more വേർഡ്സ് ദാറ്റ് വർക്ക് ടുഗദർ ടു ഡിസ്ക്രൈബ് എ നൗൺ. ഒരു നൗണിനെ അല്ലെങ്കിൽ ഒരു പ്രൊനൗണിനെ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ, ക്വാളിഫൈ ചെയ്യാൻ 1 or 2 വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നതിനെയാണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡസ്ലാഡനൊക്കെ ഒരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവിന് എക്സാമ്പിളാണ്. ഇനി നമ്മളോടുള്ള ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ദർ ആർ അതർ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് ഇൻ ദിസ് യൂണിറ്റ്, ഫൈൻഡ് ആൻഡ് നോട്ട് ദം ഇൻ ദ സ്പേസ് ബിലോ. താഴെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റോറി, നഗീം മഹ്ഫൂസിൻ്റെ സ്റ്റോറി വായിച്ചതിന് ശേഷം ഏതൊക്കെയാണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്, അത് ഈ ഒരു കോളത്തിൽ എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് നോക്കാം. ലോങ് സ്ട്രൈഡ്സ്, ഹൈ വാൾഡ്, സ്റ്റേൺ ആൻഡ് ഗ്രീം, ഡെസ്ലാഡൻ, അൺഎക്സ്പെക്റ്റഡ്, മിഡിൽ ഏജ്ഡ്, ഇതൊക്കെ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ സ്റ്റോറി വായിച്ചിട്ട് വേണം ഈ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് കണ്ടെത്താൻ. ഓക്കെ, അടുത്തത്, നൗ മേക്ക് എ ഫ്യൂ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സസ് ആൻഡ് കംപ്ലീറ്റ് ദ സ്റ്റോറി വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. അതായത് ഇവിടെ ഒരു 2 കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കോളങ്ങളിലെ വേർഡ്സുകൾ യോജിപ്പിച്ച് നിങ്ങളോട് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റോറിക്ക് അനുയോജ്യമായിട്ടുള്ള കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആയിരിക്കണം ഒന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആൻസർ. എ സോഫ്റ്റ് സ്പോക്കൺ ഗേൾ ലിവ്ഡ് ഇൻ എ സ്മോൾ
അതായത് ഒരു സോഫ്റ്റ് സ്പോക്കൺ എന്ന് പറയുന്നത് വളരെ മിതമായിട്ടുള്ള സംസാരിക്കുന്ന ഒരു സ്ത്രീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ് സ്പോക്കൺ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവാണ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. എ സോഫ്റ്റ് സ്പോക്കൺ ഗേൾ ലിവ്ഡ് ഇൻ എ സ്മോൾ റെഡ് ബ്രിക്ക്ഡ് ഹൗസ്. റെഡ് ബ്രിക്ക്ഡ് അതായത് ചുവന്ന ഇഷ്ടികകൾ കൊണ്ടുണ്ടാക്കിയ ഒരു വീട്ടിലാണ് ആ ഒരു സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഗേൾ താമസിക്കുന്നത്. റെഡ് ബ്രിക്ക്ഡ്. ഓക്കെ. ഓൺ എ ക്വയറ്റ് tree-lined street എന്ന് പറഞ്ഞാൽ ഈ മരങ്ങളൊന്നും വളരാത്ത ഒരു കുന്നിൻ ചെരുവിലാണ് അവർ താമസിക്കുന്നത്. എവറി ഡേ ഷീ വാക്ക് ടു ദ നിയർ ബൈ ഡബിൾ സ്റ്റോറേഡ്. കണ്ടോ, ഡബിൾ സ്റ്റോറേഡ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവാണ്. അപ്പോൾ അവർ എല്ലാ ദിവസവും ആ ഒരു ഡബിൾ സ്റ്റോറേഡ്, അതായത് 2 നിലകളുള്ള ആ ഒരു സ്കൂളിൻ്റെ അടുത്തേക്ക് നടക്കുമായിരുന്നു. ഷി വാസ് തോട്ട് ബൈ കൈൻഡ് ഹാർട്ടഡ് ടീച്ചർ. കൈൻഡ് ഹാർട്ടഡ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവാണ്. ഓക്കെ. അപ്പോൾ സോഫ്റ്റ് സ്പോക്കൺ, അതുപോലെ റെഡ് ബ്രിക്ക്ഡ്, അതുപോലെ tree-lined, then double storied, then kind-hearted. ഇതൊക്കെ എന്താണ്? കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, താങ്ക് യു.